പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്സ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ നമുക്കൊരു ടെക്നിക്ക് യൂസ് ചെയ്താലോ? SQ3R ടെക്നിക്. സർവേ, ക്വസ്റ്റ്യൻ, റീഡ്, റിസൈറ്റ്, റിവ്യൂ. അപ്പൊ എന്താണ് സർവേ? സർവേ എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള മക്കളെ, നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക്, നമുക്ക് പുതിയതായിട്ട് കിട്ടുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ്. ആ ചാപ്റ്ററിനെ കുറിച്ച് നമുക്ക് ഒരു കാര്യങ്ങളും അറിയില്ല. അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ നമ്മുടെ ഒരു ചാപ്റ്റർ എടുത്തു. ആ ചാപ്റ്ററിനുള്ളിൽ നമുക്കറിയാം കുറേ സബ് ഡിവിഷൻസ് ഉണ്ടായിരിക്കും അല്ലെ, കുറേ സബ് ടോപ്പിക്സ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളൊരു നോട്ട്ബുക്ക് എടുക്കുക. ആ നോട്ട്ബുക്സിൽ ആ ചാപ്റ്ററിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സബ് ടോപ്പിക്സും നമ്മൾ എഴുതാം. സബ് ടോപ്പിക്സ് മാത്രമല്ല, ഓരോ ടോപ്പിക്കിന്റെ ഉള്ളിലായിട്ട് ചിലപ്പോൾ ബോൾഡഡ് ആയിട്ടുള്ള ലെറ്റേഴ്സിൽ എന്തെങ്കിലും ടൈറ്റിൽസ് കാണാൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെ ബോൾഡഡ് ആയിട്ടുള്ള എന്തെങ്കിലും ടൈറ്റിൽസ് ഉണ്ടെങ്കിൽ അതും, അതുപോലെ നമ്മൾ ഒറ്റയടിക്കൊന്ന് വായിച്ചു നോക്കുമ്പോൾ, ഒരു സർവേ നടത്തുമ്പോൾ നമുക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. അതാണ് സർവേ എന്ന് പറഞ്ഞാൽ. നമുക്ക് ഒരു കാര്യങ്ങളും അറിയില്ല, പക്ഷെ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് ഒന്ന് മറിച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ പോയിന്റ് ഔട്ട് ചെയ്ത് കിട്ടിയിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. അതാണ് നമ്മൾ സർവേ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ എഴുതി വെച്ച കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പേരുണ്ട്. അപ്പൊ നമ്മൾ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ കണ്ടു. ആ ടൈറ്റിൽ നമ്മൾ എഴുതി വെച്ചു. ദെൻ നമ്മൾ ആലോചിക്കുക, എന്താണ് ഈ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് അല്ലെ? ആ ടൈറ്റിൽ എന്താണ്? എനിക്ക് ആ ടൈറ്റിലിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയോ, അല്ലെങ്കിൽ എനിക്ക് എന്താണ് ഇനി ആ ടൈറ്റിലിനെ കുറിച്ച് അറിയേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിൽ നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നമ്മൾ സ്വയം എന്ത് ചെയ്യുക, അത് ക്വസ്റ്റ്യൻ ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു ടൈറ്റിലിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ തന്നെ ഉണ്ടാക്കി. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ദെൻ റീഡ്. നമ്മുടെ മൈൻഡിൽ ഇപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് അല്ലെ. പിന്നെ ഈ ക്വസ്റ്റ്യൻസിന്റെ സൊല്യൂഷൻ കണ്ടെത്തുക എന്ന് പറയുന്നതാണ് നമ്മുടെ അടുത്ത സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പൊ അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസ് മൈൻഡിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇനി ടെക്സ്റ്റ് ബുക്ക് വായിക്കാം. അതായത് നമ്മുടെ ആ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റീഡ് ചെയ്യുക. അപ്പൊ നമ്മുടെ മൈൻഡിൽ ഫുള്ള് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ആ ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടണം എന്നാണ് നമ്മുടെ മൈൻഡിലുള്ളത്. അപ്പൊ നമുക്ക് ആ ആൻസർ കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഏകദേശം കിട്ടിയിട്ടുണ്ടാവും. ദെൻ നമ്മൾ റിസൈറ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൈറ്റ് ആണ്. റിസൈറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ വായിച്ചത് ആ വായിച്ച കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയും. റിപ്പീറ്റ് ചെയ്ത് നമ്മളോട് തന്നെ എന്ത് ചെയ്യുക, അതിനൊക്കെ ആൻസർ തന്നെ പറഞ്ഞു നോക്കാം. അപ്പൊ എനിക്ക് വായിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ, ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ കണ്ടിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർത്തെടുത്ത് പറയാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. അതാണ് റിസൈറ്റ്. ദെൻ ലാസ്റ്റ് റിവ്യൂ. റിവ്യൂല് നമ്മൾ ചെയ്യേണ്ടത്, ഇനി ആ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഒന്ന് അടച്ചു വെക്കാം, നോട്ടൊക്കെ അടച്ചു വെക്കാം. ആ നോട്ടൊക്കെ അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്തത് അല്ലെ. നമ്മളൊരു ക്വസ്റ്റ്യൻ നേരത്തെ എഴുതി വെച്ചിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നല്ലോ, ആ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആൻസർ എനിക്ക് തനിയെ പറയാൻ പറ്റുന്നുണ്ടോ, നോട്ടൊന്നും നോക്കാതെ തന്നെ പറയാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ എഫക്റ്റീവായിട്ട് ആ ഒരു ചാപ്റ്റർ റീഡ് ചെയ്തു എന്നാണ് മീനിങ്. അപ്പൊ ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഒന്നും കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഭാഗം കുറച്ചും കൂടി വായിക്കേണ്ടതായിട്ടിരിക്കുന്നു. അപ്പൊ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ ആ ടോപ്പിക്ക് നമ്മൾ ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് വായിക്കണം എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ ഈ ഒരു SQ3R ടെക്നിക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പലർക്കും പുതിയതായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക, ഈ ഒരു ടെക്നിക് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. നമുക്ക് എന്തൊരു കാര്യം പുതിയതായിട്ട് പഠിക്കുമ്പോഴും ഈ ഒരു ടെക്നിക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് ഈ ഒരു ടെക്നിക് അല്ലാതെ വേറെ എന്തെങ്കിലും ടെക്നിക് അറിയുന്നുണ്ടെങ്കിൽ അതൊക്കെ താഴെ ഒന്ന് മെൻഷൻ ചെയ്യുക.